ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു നാടൻ റെസിപ്പിയാണ്. നമുക്കിന്ന് ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇങ്ങനെ തോരൻ വെച്ചാൽ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു വാഴക്കൂമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ചില സ്ഥലങ്ങളിൽ വാഴ മാണിയെന്നും വാഴ കൊടപ്പൻ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഓരോ ഇതളുകൾ മാറ്റിയെടുക്കാം. വെള്ള കളർ ആകുന്ന വരെ മാറ്റിയെടുക്കണം. ചിലർ 3-4 ഇതളുകളൊക്കെ മാറ്റിയതിന് ശേഷം കറി വയ്ക്കാറുണ്ട്. പക്ഷെ അങ്ങനെ കറി വെച്ചാൽ ഭയങ്കര കയ്പ്പായിരിക്കും, ചിലപ്പോൾ കഴിക്കാൻ പറ്റാത്ത കയ്പ്പായിരിക്കും. അതുകൊണ്ടാണ് വെള്ള കാണുന്ന വരെ മാറ്റിയെടുക്കുന്നത്. ആദ്യം കയ്യിൽ നല്ലപോലെ എണ്ണ തടവി കൊടുക്കുക. എണ്ണ തടവുന്നത് വാഴക്കൂമ്പിന് ഒരു കറയുണ്ട്, അത് കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ തടവാതെയാണ് ചെയ്യുന്നതെങ്കിൽ കയ്യിലൊക്കെ കറ പിടിച്ചിട്ട് കറുത്ത കളറാവും. അപ്പോൾ അതായത് ഈ കളറാകുന്ന വരെ മാറ്റിയെടുക്കണം. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ആദ്യം മോൾ ഭാഗം കത്തി കൊണ്ട് നല്ലപോലെ കൊത്തി കൊടുക്കുക. അതിനുശേഷം കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഈ കൊത്തിയെടുക്കുന്നത് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മാത്രമേ തോരന് ടേസ്റ്റും കാണുള്ളൂ. വാഴക്കൂമ്പ് മൊത്തം ഫൈബറാണ്, കഴിക്കുന്നത് വളരെ നല്ലതാണ്. ലാസ്റ്റ് അരിഞ്ഞു വരുമ്പോൾ ഇതുപോലൊരു ഭാഗം കാണും, അത് നമ്മൾ കളയുക. അത് അരിഞ്ഞിടണ്ട, അത് അരിഞ്ഞിട്ടാലും തോരന് ഭയങ്കര കയ്പ്പായിരിക്കും. ഇപ്പം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കയ്പ്പ് മാറാൻ വേണ്ടിയിട്ട് മോരും വെള്ളത്തിലിട്ട് വയ്ക്കും. ഒരു ബൗളിൽ മോരെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ കൂമ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതലുള്ള പച്ചമുളകാണെങ്കിൽ 1/2 പച്ചമുളകൊക്കെ മതിയാവും കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് 2-3 പ്രാവശ്യം പസ് ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ ഒന്ന് ചതഞ്ഞ് കിട്ടും. നല്ല പോലെ അരച്ചെടുക്കണ്ട, വെള്ളമൊന്നും ഒഴിക്കരുത്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞ് തന്നെ എടുക്കണം. ഈ വാഴക്കൂമ്പിന് ഒരു കറയുണ്ട്, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കൈകൊണ്ടെടുക്കാൻ പാടാണെങ്കിൽ ഒരു അരിപ്പയിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഇനി ഒരു പാൻ ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ വയ്ക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരണം. ഒരു വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പൊന്ന് ബ്രൗൺ നിറമായി വരണം. തീ മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സവാള, ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി സവാള ഒന്ന് വഴന്നു വരണം. സവാള വെന്ത് വരുമ്പോഴേക്ക് നമ്മുടെ വാഴക്കൂമ്പും വെന്തോളും. നല്ല നൈസായിട്ടല്ലേ അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും വേണ്ട വേവാൻ. അപ്പം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടി ഇല്ലെങ്കിൽ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് 1/4 ടീസ്പൂണിൻ്റെ പകുതി നല്ല ജീരകം കൂടി ചേർത്ത് അരച്ചാൽ മതി. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള തോരനാണിത്, നല്ല ഹെൽത്തിയും ആണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.